വെൽക്കം ടു ഡബിൾ എസ്. ഇന്നത്തെ വീഡിയോ മൂകാംബിക ട്രിപ്പായിട്ട് അപ്പം നമ്മുടെ ട്രെയിൻ 5 മണിക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ 4 മണിയൊക്കെ ആയിട്ട് എണീറ്റ് 5:30 ആകുമ്പോൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. ഞങ്ങൾ തലേ ദിവസം തന്നെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള തൈര് സാദം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ ഇഡ്ഡലി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇഡ്ഡലിയും കൂടെ പ്രിപ്പയർ ചെയ്തിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഇതെല്ലാം കൂടെ പാക്ക് ചെയ്ത് നമ്മളിതേ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഊബർ വിളിച്ചിട്ടാണ് പോണത്. കാരണം ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല എങ്കിലോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഊബർ വിളിച്ചിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ട്രെയിൻ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. നേരത്തെ എത്തി തോന്നുന്നു. അതുകൊണ്ട് അവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനോട് സ്വസ്ഥവും സമാധാനവും ആയിട്ട് ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റി കേട്ടോ. വെളുപ്പാങ്കാലല്ലേ ആയിട്ടുള്ളൂ, 5 മണി ആയിട്ടുള്ളൂ. അത് അതുകൊണ്ട് ആരും എഴുന്നേറ്റിട്ടില്ല. നമുക്കാണെങ്കിൽ എല്ലാം അപ്പർ ബർത്ത് ആയിരുന്നു. അപ്പോൾ എല്ലാവരും മുകളിൽ ചടപടാ എന്ന് പറഞ്ഞ് കയറി. പിന്നെ എന്തോ ഭയത്തിന് താഴത്തെ ഒരെണ്ണത്തിൽ ആളുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അമ്മയൊക്കെ അവിടെ ഇരുന്നു. അങ്ങനെ ഉണ്ടായത്, അവിടെ കിടന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം വിളിച്ചാവാൻ തുടങ്ങി. ഞങ്ങളൊക്കെ എല്ലാവരും എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളിതേ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഇഡ്ഡലി എടുത്തിട്ട് എല്ലാവരും കൂടെ കഴിക്കുകയാണ്. അപ്പം ഇഡ്ഡലിയും ഉള്ളിച്ചമ്മന്തി, എനിക്ക് നോർമലി ഈ ഉള്ളിച്ചമ്മന്തി ഇഡ്ഡലിയൊന്നും അത്ര ഇഷ്ടമില്ല. പക്ഷേ ഇങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ കഴിക്കുന്ന ഇഡ്ഡലിയും ഉള്ളിച്ചമ്മന്തിയും എനിക്ക് ഭയങ്കര ഇഷ്ടം. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ആസ്വദിച്ച് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ജുഗുനും കഴിച്ചു ഇഡ്ഡലി. ട്രെയിനിൽ വെറൈറ്റി ആയിട്ട് കഴിക്കാമെന്നൊക്കെ ആയപ്പം അവനും വേഗം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ജുഗുനുവിന് മുകളിൽ കിടക്കാൻ ഭയങ്കര ഇഷ്ടമായി. ആദ്യം ചെറിയൊരു ബൈക്ക് ക്ലബ്ബിയൊക്കെ കാണിച്ചുവെങ്കിലും പിന്നെ അവൻ മുകളിൽ കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ടോ. കുറേ നേരം അവൻ ഉറങ്ങി. നമുക്ക് ഉടുപ്പി സ്റ്റേഷനിലാണ് ഇറങ്ങുക. നമ്മൾ ഉടുപ്പി സ്റ്റേഷനിലാട്ടോ ഇറങ്ങുക. അപ്പോൾ നമ്മൾ ഒരു 1:38 ഒക്കെ ആയപ്പോഴത്തേനും ഉടുപ്പി സ്റ്റേഷനിലെത്തി. അപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ തൈര് സാദം നമ്മൾ പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഉച്ചയ്ക്ക് ഉള്ളത് അവിടെ നിന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം 2-3 ദിവസം പുറത്തുനിന്ന് തന്നെയല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ആദ്യത്തെ ഒരു ദിവസം നമ്മൾ 2 നേരം ഉള്ള ഫുഡ് എടുത്തത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടെ നിന്ന് തന്നെ കൈയൊക്കെ കഴുകി തൈര് സാദം കഴിക്കാൻ പുറപ്പാടിലാണ്. അപ്പത്തേനും ജുഗുനു ദേഷ്യം വന്നു. ഒന്ന് അവന് ഈ ആകെ മാറ്റങ്ങൾ, ട്രെയിനിന് ഇഷ്ടപ്പെട്ടു, ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഒക്കെ ഓക്കെ ആയിച്ചാലും എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ചെറിയ പണക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവന് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട, ടോയ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ തൈര് സാദം ഉണ്ടായിരുന്നു, കൊണ്ടാട്ടമുളക് ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ. പേരൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് എവിടേക്ക് പോകണം? കൊല്ലൂർക്ക് പോകണം. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ജുഗുനുവിൻ്റെ കരച്ചിൽ ബലവും കാരണം കൊണ്ട് നമ്മൾ ടോയ് അവിടെ നിന്ന് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ അവന് സ്വസ്ഥമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ പോണ സ്ഥലത്ത് നിന്നൊക്കെ ഇങ്ങനെ ഇതുപോലെ ഓരോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് വെക്കലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു. അവിടെ നിന്ന് ടോയൊക്കെ വാങ്ങിച്ച് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. 3:30 ഒക്കെ ആകുമ്പോൾ അവിടെ നിന്ന് ഒരു ട്രെയിൻ ഉണ്ട് കൊല്ലൂർക്ക് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളത് കൊല്ലൂർക്കല്ല ബൈൻഡൂർക്ക് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ബസ്സിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോയി കേട്ടോ. അപ്പം ബസ് സ്റ്റാൻഡിലേക്ക് പോയപ്പോൾ ഒരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബസ്സിൽ ഓട്ടോറിക്ഷ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു, ഇതാ കിടക്കുന്ന ബസ്സാണ് കൊല്ലൂർക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളവിടെ അതിൽ കയറിയിരുന്നു. കൊല്ലൂരിൽ നിന്ന് പുറത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കൊല്ലൂർക്ക് പോവില്ലായിരുന്നു. പകുതി വഴി എത്തിയപ്പോൾ നിർത്തി നിന്നിട്ട് അവിടെ നിന്ന് വേറെ ബസ് കയറിയിട്ട് വേണം കൊല്ലൂർക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങളവിടെ എത്തിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ്, ജൂണിന് ഓറഞ്ച് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് അടുത്ത ബസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അടുത്ത ബസ്സിൽ പോയി കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങിയിട്ടോ. ഇറങ്ങിയിട്ട് ഇനി നമ്മളെടുത്തിട്ടുള്ള ഹോട്ടലിലേക്ക് എത്ര ദൂരം ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കൊല്ലൂരിൽ ഇറങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി റേഞ്ച് ഇല്ല എന്നുള്ളത്. നമുക്ക് ആർക്കും നെറ്റൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ റൂമിലെത്തിയിട്ടോ. റൂമിലെത്തിയപ്പോൾ ജുഗുന് ഹാപ്പിയായി. ജുഗുന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല റൂം ഉണ്ടായിരിക്കും, ഇങ്ങനെ ഉണ്ടായിരിക്കും, എന്താ സംഭവം അവന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇന്ന് വെറൈറ്റിക്ക് ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ ഇൻട്രൊഡക്ഷൻ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഞാൻ മറന്നുപോയി. അപ്പോൾ നമ്മളിപ്പോൾ മൂകാംബിക എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തി റൂമിൽ കയറി ഫ്രഷായി നമ്മളിപ്പോൾ തൊഴാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. നൈറ്റ് ഇപ്പോൾ എത്ര മണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 7 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇറങ്ങാൻ പോവുകയാണ്. ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയത് കാരണം കൊണ്ട് അവിടെ കുറച്ച് തിരക്ക് കുറവായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ നിന്ന് ഒരു 1 മിനിറ്റ് പോലും ഉണ്ടോ എന്ന് സംശയമാണ്. വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മുടെ അമ്പലത്തിലേക്ക് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ
ചെന്നപ്പോൾ അത്യാവശ്യം ക്യൂ ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ നിൽക്കണം അത്രയും ടൈമൊന്നും നിൽക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. നമ്മൾ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അകത്ത് വേറെ എന്തോ പൂജ നടക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു അത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ടി വരണത് പുറത്ത്. അപ്പോൾ അതെ, ഈ തേരുണ്ടല്ലോ, ഈ തേരിലാണ് നമ്മുടെ ഭഗവതീനെ എഴുന്നള്ളിക്കുക, പുറത്തോട്ട് എഴുന്നള്ളിക്കുന്ന ഈ തേരിലാണ്. അപ്പം അതാണ് കാണുന്നത്. എഴുന്നള്ളിക്കുന്ന സമയമാകുമ്പം അത് പുറത്തേക്ക് എടുക്കണ കാണാം. എന്നിട്ട് ഇങ്ങനെയാണ് എഴുന്നള്ളിക്കുന്നത്. 3 തവണ ഇങ്ങനെ എഴുന്നള്ളിക്കും. അപ്പോൾ ആദ്യം മനുഷ്യനാണ്, ഒരു ഹ്യൂമനാണ് കൊണ്ടുവരുന്നത്, എഴുന്നള്ളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ പല്ലക്കാണ് കണ്ടത്. പിന്നെ ഞാൻ പ്രതീക്ഷിച്ചത് ആ തേരായിരുന്നു, പക്ഷെ തേരല്ല വന്നത്, പല്ലക്ക തന്നെയായിരുന്നു പിന്നെയും വന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ എഴുന്നള്ളിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തേര് പഴയ സ്ഥലത്തേക്ക് തന്നെ വെക്കും. അത് ഗോൾഡിൻ്റെ തേരാണ് കേട്ടോ, ഗോൾഡിൻ്റെയാണ്. അപ്പം ആ തേരിൻ്റെ സെയിം വുഡൻ രൂപമാണ് ഇപ്പോൾ ഈ കണ്ടത്, ആ തേര്. അത് കഴിഞ്ഞ് നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് വേഗം തന്നെ തൊഴുതു. എഴുന്നള്ളിക്കൽ കഴിഞ്ഞപ്പോൾ വേഗം തന്നെ തൊഴുതു കേട്ടോ. തൊഴുത് പുറത്തിറങ്ങിയപ്പോൾ പിന്നെ നമ്മുടെ ജുഗ്നൂന് ടോയ്സ് ഇല്ലാണ്ട് നിവർത്തിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ടോയ്സൊക്കെ തപ്പി നടക്കുക കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. വൈകിട്ട് വലിയ ഒരുപാട് തിരക്കില്ല, കടകളൊക്കെ ഓപ്പണാണ്. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് രസമുണ്ട്. നമ്മുടെ ഇവിടെ എത്തിയ പോലൊക്കെ തന്നെ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളത് ഈ ഹോട്ടലിലാട്ടോ നിൽക്കുന്നത്. നമ്മുടെ ഇവിടെ എത്തിയ പോലൊക്കെ തന്നെ ഉള്ളൂ, മലയാളികളൊക്കെ തന്നെയാണ് കൂടുതൽ. അപ്പം നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടാണ് അകത്ത് വന്നത്, ഹോട്ടലിലേക്ക് വന്നത്. ഞങ്ങളിതേ ഉറങ്ങാനുള്ള പുറപ്പാടിലാണ്. അത്രയേ ഉള്ളൂ.